നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പേവിഷബാധ മൂലം രണ്ടുപേരുടെ ജീവൻ എടുത്തിട്ടും കലിയടങ്ങാതെ തെരുവ് നായ്ക്കളുടെ വിളയാട്ടം തുടരുന്നു. പടിഞ്ഞാറങ്ങാടിയിൽ 3 പേർക്ക് കൂടി തെരുവ് നായയുടെ കടിയേറ്റു. ഭീതിയിൽ പുറത്തിറങ്ങാനാവാതെ നാടും നാട്ടുകാരും. നിയാസ്, നസൽ, മിർഷാദ് എന്നിവർക്കാണ് കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ കടിയേറ്റത്. വീടിന്റെ ഉമ്മറത്തിരുന്ന് വിശ്രമിക്കുന്നതിനിടെ ഓടിയെത്തിയ നായ നിയാസിനെ ആക്രമിക്കുകയായിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് നസലിനും മിർഷാദിനും കടിയേൽക്കുന്നത്. കടിയേറ്റ 3 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെബ്രുവരി 15-ന് തെരുവുനായ കടിച്ചതിനെ തുടർന്നുണ്ടായ പേവിഷബാധയേറ്റ് പടിഞ്ഞാറങ്ങാടി താഴത്തങ്ങാട് സ്വദേശിനി മൈമുന മരിച്ചിരുന്നു. ഒരാഴ്ച മുൻപ് പട്ടിത്തറ പഞ്ചായത്തിലെ കോക്കാട് മാവിൻ ചുവട്ടിൽ സൈനുദ്ദീൻ ഷമീന ദമ്പതികളുടെ മകൻ 9 വയസ്സുള്ള മുഹമ്മദ് ഹാദിയും മരണത്തിന് കീഴടങ്ങിയിരുന്നു. സ്കൂളിൽ പോകാൻ പറ്റില്ല. പിന്നെ മന്ത്രിമാരൊക്കെ ഇടപെടണം. ഈ നായ കാരണമാണ് ഞങ്ങളുടെ കൂട്ടുകാരെ ഞങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വരുന്നത്. അപ്പോൾ നായ ഫ്രണ്ടിൽ കാടി. അപ്പം ഞാൻ ബാഗേറ്റ് അടിച്ചു പോകുമ്പോൾ നമുക്ക് ചാടി കടിച്ചാൽ കാരണം ഇപ്പോൾ പുറത്തിറങ്ങാനും കൂടി വയ്ക്കുന്നില്ല. വടിയെടുത്ത് അടിക്കുമ്പോഴും ഫ്രണ്ടിലേക്ക് ചാടി വരിക. അപ്പോൾ സ്കൂളിൽ നിന്ന് കണ്ട് വരുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബാക്കിൽ നിന്ന് വന്ന് കാലുമൊക്കെ കടിച്ച് തൂങ്ങിയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പുറത്തിറങ്ങാനൊന്നും പറ്റണില്ല. ഈ നായ്ക്കളുടെ ശല്യം കാരണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമണ്ഡലത്തിൽ ഞായറാഴ്ച ഉദ്ഘാടനം ചെയ്യുന്ന വിവിധ പരിപാടികളിൽ നിന്നും അവാർഡ് ദാന ചടങ്ങിൽ നിന്നും സ്ഥലം എംപിയായ രമ്യ ഹരിദാസിനെ ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് സമരങ്ങൾ നടത്തുമെന്ന് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ ചെറുതുരുത്തിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലത്തിൽ സാംസ്കാരിക വകുപ്പിന് കീഴിൽ ഫെബ്രുവരി 25 ഞായറാഴ്ച നടക്കുന്ന ഫെലോഷിപ്പ് അവാർഡ് എൻഡോമെന്റും സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമിക് ബ്ലോക്കിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഈ പരിപാടിയിൽ നിന്നും സ്ഥലം എംപിയായ രമ്യ ഹരിദാസിനെ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നും സ്ത്രീയായതുകൊണ്ട് മാത്രമാണ് പരിപാടിയിൽ നിന്നും മാറ്റി നിർത്തുന്നത് എന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുമെന്നും ഇതിനു പിന്നിൽ സ്ഥലം എംഎൽഎയും മന്ത്രിയും കൂടിയായ കെ രാധാകൃഷ്ണൻ കലാമണ്ഡലം വൈസ് ചാൻസലറും കൂടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് സ്ഥലം എംപിയുടെ സാന്നിധ്യം പോലും ആരൊക്കെയോ ഭയക്കുന്നുണ്ടെന്നും എന്നതിന് തെളിവാണ് ഇതെന്നും ഇത്തരം ഏകാധിപത്യ നിലപാടുകൾ തുറന്നുകാട്ടാനും ജനാധിപത്യ സംരക്ഷണം ഉറപ്പുവരുത്താനും പൊതുസമൂഹം ഉണർന്നു പ്രവർത്തിക്കണമെന്നും വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻഡോമെന്റ് സമർപ്പണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമി ബ്ലോക്ക് ഉദ്ഘാടനവും നാളെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് നടക്കുന്ന കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ നടക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ആ വലിയ പരിപാടിയിൽ അതൊരു CPMന്റെ പാർട്ടി പരിപാടിയാക്കി മാറ്റാനുള്ള ഒരു വലിയ ശ്രമം ഇവിടുത്തെ CPMന്റെ MLAയും സ്ഥലം MLAയും മന്ത്രി കൂടിയായിട്ടുള്ള കെ രാധാകൃഷ്ണന്റെയും കലാമണ്ഡലം വൈസ് ചാൻസലറായിട്ടുള്ള B അനന്തകൃഷ്ണന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ സ്ഥലം MPയെ ഒഴിവാക്കി സ്ഥലത്തിലുള്ള മറ്റു ജനപ്രതിനിധികളെയൊക്കെ ഒഴിവാക്കി ഇതുപോലുള്ള ഒരു വലിയ പരിപാടി നടക്കുന്നത് എന്തോ CPMന്റെ ലോക്കൽ കമ്മിറ്റിയുടെ പരിപാടി നടക്കുന്നത് പോലെയാണ്. ആ പരിപാടിയിൽ വള്ളത്തോൾ നഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സ്ഥലം MPയുടെ സാന്നിധ്യം തന്നെ ചില ആളുകളെ അലോസരപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റി നിർത്തൽ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുപോലെ തന്നെ ജനാധിപത്യം. വള്ളത്തോൾ നഗർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OU ബഷീർ, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി മായ ഉദയൻ, വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി MA മുഹമ്മദ് ഇക്ബാൽ, INTUC മണ്ഡലം പ്രസിഡന്റ് PT തമ്പിമണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് തളി. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ നയിക്കുന്ന കേരള മാർച്ചിന്റെ ഭാഗമായി സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ നയിക്കുന്ന ഉപയാത്രയ്ക്ക് കൊപ്പത്ത് സ്വീകരണം നൽകി. പുലാമന്തോൾ മുതൽ കൊപ്പം വരെയായിരുന്നു കൊപ്പം മണ്ഡലത്തിലെ പദയാത്ര നടത്തിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ ഭാഗമായാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കൃഷ്ണകുമാർ പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉപയാത്രകൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം കൊപ്പത്തായിരുന്നു ഉപയാത്ര. പുലാമന്തോൾ പാലത്ത് നിന്നും ആരംഭിച്ച പദയാത്ര കൊപ്പം ടൗണിൽ സമാപിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, ജാഥ ക്യാപ്റ്റനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാറിന് പതാക കൈമാറിക്കൊണ്ടായിരുന്നു ജാഥയ്ക്ക് തുടക്കം കുറിച്ചത്. 100 കണക്കിന് പ്രവർത്തകരും താളമേളങ്ങളും പദയാത്രയ്ക്ക് അകമ്പടിയേകി.
തുടർന്ന് കൊപ്പത്ത് നടന്ന സമാപന പൊതുയോഗം OBC മോർച്ച സംസ്ഥാന പ്രസിഡന്റ് NP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എന്തിനാ BJP പദയാത്ര നടത്തുന്നത്? മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഈ പദയാത്രക്ക് ഒരു മുദ്രാവാക്യമുണ്ട്, പുതിയ കേരളം മോദിയോടൊപ്പം. പുതിയ കേരളം മോദിയോടൊപ്പം എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു കേരളം ഇല്ലേ? എന്തുകൊണ്ട് BJP പുതിയ കേരളം മോദിയോടൊപ്പം എന്ന് മുന്നോട്ട് വെക്കുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ കുറച്ചല്പം മനസ്സിലാക്കണം. ഇവിടെ ഒരു കേരളമുണ്ട്. 1956 നവംബർ മാസം 1-ാം തീയതി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഒരു കേരളം. തിരുവിതാംകൂർ എന്ന അതിസമ്പന്നമായ നാട്ടുരാജ്യവും വ്യാവസായിക പ്രാധാന്യമുള്ള ലോകത്തെ തന്നെ വലിയൊരു കേന്ദ്രവുമായ കൊച്ചി രാജ്യവും മലബാർ മദ്രാസിയുടെ ഭാഗമായ മലബാറും കൂട്ടിച്ചേർത്ത് മലയാളം സംസാരിക്കുന്നവരുടെ ഒരു ഭാഷാ സംസ്ഥാനം കേരളം നിലവിൽ വന്നത് 1956 നവംബർ മാസം 1-ാം തീയതി. ജാഥ ക്യാപ്റ്റൻ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ, ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, ജനറൽ സെക്രട്ടറിമാരായ പുഷ്പകുമാർ, സുധീർ, മറ്റു നേതാക്കളായ മനോജ് വണ്ണുതറ, രാജൻ, പരമേശ്വരൻ, അഭിലാഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തടഞ്ഞുവച്ചിരിക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ അനുവദിക്കണമെന്ന് AKGCRT സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. വിരമിച്ച സർക്കാർ കോളേജ് അധ്യാപകരുടെ പെൻഷൻ സംബന്ധ പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങളിലും ഇടപെട്ട് അവ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുരംഗത്ത് 2016 മുതൽ അസോസിയേഷൻ ഓഫ് കേരള ഗവൺമെന്റ് കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് എന്ന സംഘടന പ്രവർത്തിച്ചു വരുന്നത്. സംഘടനയുടെ 8ാം സംസ്ഥാന സമ്മേളനത്തിനാണ് പട്ടാമ്പി വേദിയായത്. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ചായിരുന്നു സമ്മേളനം സംഘടിപ്പിച്ചത്. മുഹമ്മദ് മൊഹസിൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടിന്റെ പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിൻ്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കാൻ, അതിൻ്റെ ഗുണനിലവാരത്തെ നിർണ്ണയിക്കാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് കഴിയും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഇടപെടലുകളും വളരെ ശക്തമാണ്. ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം UGCയുടെയും നമ്മുടെ NACൻ്റെയും ഒക്കെ അക്രഡിറ്റേഷൻ്റെ കാര്യത്തിൽ നമ്മുടെ എല്ലാ യൂണിവേഴ്സിറ്റികളും വളരെ മികച്ചു തന്നെയാണ് നിന്നിട്ടുള്ളത്. നമ്മുടെ ഈ കോളേജ്, പട്ടാമ്പി കോളേജ്, NACൻ്റെ അക്രഡിറ്റേഷൻ A+ കിട്ടി. കുറഞ്ഞ പോയിന്റുകൾക്കാണ് A++ പോയത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി A++ലേക്ക് വന്നു. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും A+ലേക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്ന രീതിയിലേക്കും മാറി. ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് നോക്കുമ്പോൾ കേരളം മോശമല്ലാത്ത രീതിയിൽ മാറുന്നു. റേഷ്യോയുടെ കാര്യത്തിലാണെങ്കിലും, വിദ്യാർത്ഥികളുടെ സെക്സ് റേഷ്യോയുടെ കാര്യത്തിലാണെങ്കിലും, മറ്റെല്ലാ കാര്യത്തിലും നമ്മൾ മുൻപന്തിയിൽ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഈ റീസെന്റ് റിപ്പോർട്ടുകളിലൊക്കെ. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ KK വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. സ്വാസംഘം ചെയർമാൻ T ഗോപാലകൃഷ്ണൻ, സംഘടനാ ജനറൽ സെക്രട്ടറി ഡോക്ടർ T മുഹമ്മദ് റഫീഖ്, പ്രൊഫസർ R മോഹനകൃഷ്ണൻ, പ്രൊഫസർ MT സേതുമാധവൻ, പ്രൊഫസർ VN ചന്ദ്രമോഹൻ, ഡോക്ടർ P മുഹമ്മദ് കുഞ്ഞെ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. UGC 7ാം പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. പരുതൂർ പഞ്ചായത്തിലെ കാരമ്പത്തൂർ കരിമുടി വാരിയത്ത് രാവുണ്ണി വാര്യർ സ്മാരക അംഗൻവാടി കെട്ടിടത്തിന് തറക്കല്ലിട്ടു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. വാർഡ് മെമ്പർ അനിത രാമചന്ദ്രൻ അധ്യക്ഷയായി. ബ്ലോക്ക് മെമ്പർ PTM ഫിറോസ്, വാർഡ് മെമ്പർ MKM അലി, MGNREGS എഞ്ചിനീയർ ശിവകുമാർ, നിസാർ, TK കുട്ടി, കുഞ്ഞു മുഹമ്മദ്, രാമചന്ദ്രൻ, സവാദ്, ബഷീർ, ഉമ്മർ കരിയന്നൂർ തുടങ്ങിയവർ സംസാരിച്ചു. നമുക്കറിയാം, ഒരുപാട് കാലത്തൊരു ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. നമ്മൾ കുട്ടേട്ടൻ്റെ വല്ലാത്തൊരു ആഗ്രഹം എന്നുള്ളതിനുപരി അദ്ദേഹം സ്ഥലം തന്ന് ഇത് നടപ്പിൽ വരുത്തുന്നത് വരെ പോരാട്ടത്തിൻ്റെ വക്കിലായിരുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. ഒരുപാട് സാങ്കേതികത്വങ്ങൾ അതിലുണ്ടായെങ്കിലും ഇത്തവണ ഭരണസമിതി വന്നതിന് ശേഷമാണ് അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച്. കാരണം ഗവൺമെൻറ് തലത്തിൽ ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോൾ പുതിയ ഓർഡർ പ്രകാരമുള്ള നടപടിക്രമങ്ങൾ നമുക്ക് സ്വീകരിക്കേണ്ടി ഉണ്ടായിരുന്നു. ആ നടപടിക്രമങ്ങളൊക്കെ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ഇത്രയും. അതുപോലെ തന്നെ 1-ാം വാർഡിൽ തന്നെ കരിയന്നൂർ അംഗനവാടിക്ക് സ്ഥലം തന്നിട്ടുള്ളത് ആലിക്കുട്ടി ഹാജി അവർകളാണ്. അവർക്കും ഗ്രാമപഞ്ചായത്ത് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളുണ്ട്. അവർക്ക് ഈ അംഗനവാടി ഒരുപാട് ഗുണപ്രദമാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ NRGSൻ്റെയും
ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും തുക സ്വരൂപിച്ചുകൊണ്ടാണ് നമ്മുടെ അംഗനവാടിക്ക് 18 ലക്ഷം രൂപ കണ്ടെത്തിയിട്ടുള്ളത്. അത് ഉടൻ തന്നെ യാഥാർത്ഥ്യമാകും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇടവേള. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. മുഹമ്മദ് മുഹസിൻ MLA വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിന്റെ 130ാമത് വാർഷികാഘോഷവും സർവീസിനും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് സമ്മേളനവുമാണ് വിവിധ പരിപാടികളോടെ നടത്തിയത്. മുഹമ്മദ് മുഹസിൻ MLA വാർഷികാഘോഷത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ വിദ്യാലയത്തിന്റെ 130ാമത് വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത്. 1894 ഏതാണ്ട് 2 നൂറ്റാണ്ടുകൾ കടന്ന് 21ാം നൂറ്റാണ്ടിലൂടെ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാലയം മുന്നോട്ട് പോവുകയാണ്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ കഴിയുന്ന ഒരു കാലമല്ല ഈ വിദ്യാലയം ആരംഭിച്ച കാലം എന്ന് പറയുന്നത്. വേലിക്കുട്ടി എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരംഭിച്ച വിദ്യാലയം നിരവധി നാളുകൾക്ക് ശേഷമാണ് സർക്കാർ വിദ്യാലയമായി മാറുന്നത്. അറിവ് ഒരു വലിയ സമൂഹത്തിന് അന്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതിയുടെ പേരിലും പണത്തിന്റെ പേരിലുമൊക്കെ വലിയ സമൂഹത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കാലത്ത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ആരംഭിച്ച വിദ്യാലയമാണ് നമ്മുടെ പട്ടാമ്പിയിലെ വിദ്യാലയം. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. അധ്യാപികയും അഭിനേത്രിയുമായ ബീന R ചന്ദ്രൻ മുഖ്യാതിഥിയായി. അധ്യാപികയും അഭിനേത്രിയുമായ MN അനിത, നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷ ആനന്ദവല്ലി, KR നാരായണസ്വാമി, PTA പ്രസിഡന്റ് T കൃഷ്ണദാസ്, സ്കൂൾ പ്രധാനാധ്യാപകൻ PT മോദിൻകുട്ടി, സബ് സെക്രട്ടറി MP ലക്ഷ്മിബായ്, P അബ്ദുൽ ഖാദർ, സംഗീത, സക്കീർ ഹുസൈൻ, AO സജിത് കുമാർ, BPC VP മനോജ്, PM പ്രീത തുടങ്ങിയവരും പങ്കെടുത്തു. വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഒരുക്കി. സർവീസിനും വിരമിക്കുന്ന അധ്യാപകരായ A ശീലാവതി, NK ഗീത, C ബേബി, K മുത്തു എന്നിവർ മറുപടി പ്രസംഗവും നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി.
മുതുതല കോഴിക്കോട്രി ALP സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വിളംബര ഘോഷയാത്രയും മെഗാ തിരുവാതിരക്കളിയും ശ്രദ്ധേയമായി. സ്കൂൾ അങ്കണത്തിലായിരുന്നു തിരുവാതിരക്കളി. മുതുതല പഞ്ചായത്തിലെ കോഴിക്കോട്രി ALP സ്കൂളിന്റെ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് മെഗാ തിരുവാതിരക്കളിയും വിളംബര ഘോഷയാത്രയും സംഘടിപ്പിച്ചത്. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാനാധ്യാപിക ശ്രീദേവി ടീച്ചർക്കുള്ള യാത്രയപ്പിന്റെ ഭാഗമായി കൂടിയായിരുന്നു മെഗാ തിരുവാതിര ഒരുക്കിയത്. നിരവധി പേർ മെഗാ തിരുവാതിരയിൽ പങ്കെടുത്തു. പ്രധാനാധ്യാപിക ശ്രീദേവി മെഗാ തിരുവാതിരയുടെ ഔപചാരികമായ ഉദ്ഘാടനവും നിർവഹിച്ചു. പാർവതിക്കൊരു ഇംഗിതത്തിൻ വരമരുളിടാം തോഴികളാം നാരിമാറി വന്നടഞ്ഞിടാം മൂന്ന് ലോകനാഥനാകും ശ്രീ പരമേശൻ ചാരുചന്ദ്രലോലഭാവമാം പുളിനങ്ങൾ കേളിയാടി മന്ദഹാസമായി പുളിനങ്ങൾ നീളെ ദേവദേവ തുടർന്ന് വിളംബര ഘോഷയാത്രയും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം PD സുധീഷ്, P വിജയകുമാർ, PT പ്രസിഡന്റ് അബ്ദുൽ അസീസ്, പ്രധാനാധ്യാപിക ശ്രീദേവി തുടങ്ങിയവർ നേതൃത്വം നൽകി. റോട്ടറി ഇന്റർനാഷണൽ ക്ലബിന്റെ 119-ാം വാർഷികം പട്ടാമ്പി റോട്ടറി ക്ലബ്ബ് പെരിങ്ങോട് HSSലെ ഇന്ററാക്ട് വിദ്യാർത്ഥികളുമായി ആഘോഷിച്ചു. കുട്ടികളുടെ പ്രാർത്ഥനയോടുകൂടി തുടങ്ങിയ പരിപാടിയിൽ റോട്ടറി പ്രസിഡന്റ് മാലിനി ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ഹെഡ്മാസ്റ്റർ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇംഗ്ലീഷ് അധ്യാപിക സൗമ്യ, സെക്രട്ടറി ധനജയൻ, റൊട്ടേറിയൻ ബീന ധനജയൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കായി ക്ലബ്ബ് നടത്തിയ ഉപന്യാസ മത്സരം, ചിത്രരചന, ഗാന്ധി ക്വിസ് എന്നിവയിൽ വിജയികളായവർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ടു. പുതിയടത്ത് ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ആഘോഷിച്ചു. വൈകിട്ട് ദീപാരാധന, പരനിരപ്പ് എന്നിവയ്ക്ക് ശേഷം ദാരികാവധം അരങ്ങേറി. തുടർന്ന് ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ആന പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയുള്ള പൂരം വരവ് ക്ഷേത്രാങ്കണത്തിലെത്തി. തുടർന്ന് പ്രാദേശിക ആഘോഷ കമ്മിറ്റികളുടെ ആനപ്പൂരങ്ങളും നാടൻ കലാരൂപങ്ങളും പൂരപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തി. രാത്രി 10-ന് ട്രിപ്പിൾ തായമ്പകയും അരങ്ങേറി. രായിരനെല്ലൂർ AUP സ്കൂളിൽ ഏകദിന ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. PTA വൈസ് പ്രസിഡന്റ് K മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക C കാർത്തിയായിനി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സ്കൂൾ മാനേജർ KK കൃഷ്ണകുമാർ മുഖ്യാതിഥിയായി. കായിക അധ്യാപകൻ MK പ്രമോദ്, വിനീത്, സുബ്രഹ്മണ്യൻ, ഗീവസ് രാജൻ, സക്കറിയ, ഫുട്ബോൾ കോച്ച് അസ്ലം എന്നിവർ പങ്കെടുത്തു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.